ഇങ്ങനത്തെ കാര്യങ്ങൾ ഒട്ടും ഫാസിനേറ്റഡ് ആയിരുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വട്ടുണ്ട്, ചന്ദുവിന് വട്ടുണ്ട്, നല്ല വട്ടനാണ്, വട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ഇത് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഒന്നുകിൽ നീ എന്ത് വലിച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നിനക്കെന്തോ പ്രശ്നമുണ്ട്. അതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന യഥാർത്ഥ അതിന് ധൈര്യം മലയാളിക്ക് കൊടുത്തത് സന്തോഷ് പണ്ഡിറ്റാണ്. താങ്ക് യു. ദിസ് എ ബ്യൂട്ടിഫുൾ മൂവി. ഭയങ്കര അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൗ വാസ് ദ ക്രൗഡ്? ആൾക്കാർ ചിരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. പല ജോക്കുകൾ ലാൻഡ് ചെയ്യൂല എന്ന് വിചാരിച്ച ജോക്കുകളെല്ലാം ലാൻഡ് ചെയ്തു. ദാറ്റ്സ് നൈസ് മൊമെന്റ്. തീർച്ചയായിട്ടും ഞാനും എക്സ്പെക്ട് ചെയ്യായിരുന്നു എന്തൊക്കെയാണ് ചിരിക്കുക, എന്തൊക്കെയാണ് ആൾക്കാർ സൈലൻ്റ് ആവുന്നുള്ളത്. മെജോറിറ്റി ചിരിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഗഗനാരി ഇങ്ങനെ എത്ര പേരുടെ തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുമെന്ന് തന്നെ കരുതിയതല്ല. അത്രയും സന്തോഷമുണ്ട്. നിങ്ങളുടെ റെസ്പോൺസും ഇതുപോലെ നമുക്ക് വർക്കാവുമോ എന്നൊക്കെ ആലോചിച്ച പല തമാശകളും ഇങ്ങനെ ഭയങ്കര നിങ്ങൾ എൻജോയ് ചെയ്ത് കൈയിടി കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. താങ്ക് യു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഈ ജോക്സ്, കൃഷ്ണദേടൻ പറഞ്ഞ ജോക്സ് എല്ലാം ലാൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു. എസ്പെഷ്യലി ആസ് എ റൈറ്റർ ഒന്നും ലാൻഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ തലക്കിരിക്കുമല്ലോ. അതുകൊണ്ട് ലാൻഡ് ചെയ്തു, എല്ലാവരും ചിരിക്കേണ്ടടുത്ത് ചിരിച്ചു. നല്ലൊരു ഗംഭീര റെസ്പോൺസ് ആയിരുന്നു. ആൻഡ് യു ഹാവ് ബിൻ എൻ അമേസിംഗ് ക്രൗഡ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ചെറിയ രീതിയിൽ ഹമ്പിളായിട്ട് വളരെ ഹമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും വലിയ സന്തോഷം. സെയിം ഹിയർ. ഞാൻ പബ്ലിക്കിനടുത്ത് ക്വസ്റ്റ്യൻസ് ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ടു യു ശിവ, സോ കോമിക് കമ്മ്യൂണിറ്റി ടു എ സ്ക്രിപ്റ്റ് റൈറ്റർ, കോമിക്സ് അല്ലെങ്കിൽ പോപ്പ് കൾച്ചർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒരു റൈറ്റർ എന്ന നിലയിൽ? വെരി യങ് ഏജ് ഞാൻ ഈ പോപ്പ് കൾച്ചറിൻ്റെ എല്ലാ വശവും, വീഡിയോ ഗെയിംസ്, കോമിക് ബുക്സ്, മൂവീസ്, ടി വി, ഇതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ്, അതിലെല്ലാം പൊതുവെ എൻജോയ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ആദ്യമായിട്ട് എനിക്കൊരു സിനിമ എഴുതാനൊരു അവസരം കിട്ടിയപ്പോൾ ഐ തോട്ട് ഐ ഗിവ് സംതിങ് ബാക്ക് ടു പോപ്പ് കൾച്ചർ ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് ഷേപ്പ് ദ പേഴ്സൺ ഐ ആം ടുഡേ. അത് വളരെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫോമിൽ എൻകറേജ് ചെയ്യുന്ന ഒരു ഡയറക്ടറിനെ എനിക്ക് കിട്ടിയോണ്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു മൂവി ഉണ്ടായത്. കാരണം ഇങ്ങനൊരു സബ്ജക്റ്റ് കൊണ്ട് നമുക്ക് അധികം വാതിലുകൾ മുട്ടാൻ പറ്റില്ല ഓബിയസ്ലി. സോ ആ ഒരു വിഷൻ ഈക്വലി ഷെയർ ചെയ്ത ഡയറക്ടറും ടെക്നീഷ്യനും ചന്തു ചേട്ടനുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത് സാക്ഷാത്കരിക്കാൻ പറ്റിയത്. സോ ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് നോവൽ കൺസെപ്റ്റ്, ഐ മീൻ നമ്മൾ അധികം ഏലിയൻ ഫിലിംസ് ഇന്ത്യൻ മൂവീസിൽ തന്നെ അധികം കണ്ടിട്ടില്ല. സോ ഇത്തരം ഇൻസ്പിറേഷനോ എല്ലാം എവിടെ നിന്നായിരുന്നു? ഈ മൂവി ആക്ച്വലി നമ്മൾ ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതൊരു നമുക്ക് ഒരു വെരി ബേസിക് സ്ക്രാച്ചിൽ നിന്ന് അറിയാമായിരുന്നു ഒരു മലയാള സിനിമയ്ക്കുള്ളൊരു ഹോമേജ് ആയിരിക്കും. കാരണം ഒരു ഏലിയൻ കൺസെപ്റ്റിനപ്പുറത്തേക്ക് നമുക്ക് കണ്ടിഷ്ടപ്പെട്ടുള്ള എല്ലാ പോപ്പ് കൾച്ചർ ആ ഒരു മലയാള സിനിമയിലുള്ള എല്ലാ അങ്ങനത്തെ ഐക്കൺസിനെയും നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഏലിയൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു പരിപാടിയൊന്നും ചെയ്യരുതെന്ന് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എൻഡപ്പ് ആയത് അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. സോ എനിക്കറിയില്ല നിങ്ങൾക്ക് അത് തന്നെ റെസൊണേറ്റ് ആയിട്ടുണ്ടാകുന്നുണ്ട്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള റോബോട്ട് സമ്മട്ടിക്കിൻ്റെ കാൾ സാഗൻ എഴുതിയിട്ടുള്ളത് മൂവി. ഇപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാ മൂവീസിൻ്റെയും കുറേ അറ്റവും മൂലമൊക്കെ ഈ മൂവിക്കകത്ത് ഉണ്ടാവും. ബിക്കോസ് നമ്മൾ അൾട്ടിമേറ്റ്ലി അങ്ങനത്തെ മൂവീസിനുള്ളൊരു ഹോമേജ് ട്രിബ്യൂട്ടാണ് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തമായും ഒരു ആസ് എ 90s കിഡ് മലയാള സിനിമയ്ക്കുള്ളൊരു ട്രിബ്യൂട്ടാണ്. ഇഷ്ടപ്പെട്ടുള്ള പണ്ടത്തെ പ്രിയദർശൻ മൂവീസ് അങ്ങനത്തെ സിനിമകൾക്കുള്ള ട്രിബ്യൂട്ടായിട്ടാണ് ആലോചിച്ച് വന്നത്. അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞപ്പോഴും. നമ്മുടെ കൃഷ്ണൻ സർ, ആവാസവ്യൂഹം, പുരുഷപ്രേതം എല്ലാം ടോട്ടലി ഡിഫറെൻറ്റും എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ആൻഡ് നൗ യു ആർ പാർട്ട് ഓഫ് ദിസ് ഫിലിം. സോ ഹൗ ക്യാൻ യു ജസ്റ്റ് കീപ് ഓൺ മേക്കിംഗ് സച്ച് ഫിലിംസ്? അതിനുള്ളൊരു എനർജി എന്താണ്? ഓൾസോ കൃഷ്ണൻ ഫിലിംസ് ഹൗ ഡു യു സീ കൃഷ്ണൻ ഫിലിം ഇൻ ദ ഫ്യൂച്ചർ? അല്ല, ഇതിൻ്റെ ഭാഗമായത് എനിക്ക് തോന്നുന്നു അജു ഞാനും കൂടെ ഒരു കൊളാബറേറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് അജുചേട്ടൻ ഞാനും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഒരു കൊളാബറേഷനിൽ വന്നത്. ആൻഡ് ഐ സോ ദ ഫിലിം ആൻഡ് ലൈക്ക് ഇറ്റ് വാസ് കുറച്ച് ബിസേർക്ക് ആയിരുന്നു. അപ്പം ദിസ് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഇൻ ദിസ് ഫിലിം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫേസിൽ തൊട്ട് റീവർക്ക് ചെയ്തു. അബൌട്ട് ആവാസവ്യൂഹം ആൻഡ് പുരുഷപ്രേതം, like I'm just doing what I really want to see on screen and get excited. പിന്നെ I also want to do a very normal വിഷമമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൻ്റെ സിനിമയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ
പിന്നെ how does Krishant Films look like in the next 5 years? I don't know, such contents are very, very hard to get produced. I've been trying to make Avasiyum with a lot of people over years. അപ്പം ഇത് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഒന്നുകിൽ നീ എന്ത് വലിച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നിനക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു, ഇപ്പം അരുൺ ഇസ് ഡീലിംഗ് വിത്ത് ദ സെയിം തിങ്. അപ്പം നമുക്ക് ഇതെങ്ങനെയെങ്കിലും if we get it out and some people watch the film, then the credibility of the filmmaker will be better, so we get an opportunity to make things that we want to make. It's not deliberately trying to make a change, it's who we are. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പേസസുകൾ കണ്ടെത്താനും ഒക്കെ കൃഷാന്ത് ഫിലിംസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ യൂസ് ചെയ്യണമെന്നുണ്ട്. അത് ആദ്യം ഇതിൻ്റെ പേര് എങ്ങനെ ഇടണമെന്ന് അറിഞ്ഞിടത്തോണ്ടാണ് കൃഷാന്ത് ഫിലിംസ് എന്നിട്ട് ഐ സോ അമിതാഭ് ബച്ചൻ ഫിലിം കോർപ്പറേഷൻ, അനുരാഗ് കശ്യപ് കോർപ്പറേഷൻ. അപ്പം ഐ വോണ്ട് ടു യൂസ് എ ലോട്ട് ഓഫ് നെയിംസ്. പക്ഷേ കൃഷാന്ത് ഫിലിംസ് ഈസ് ലൈക്ക് അതൊരു കമ്പനിക്കായത് തന്നെ വലിയ കാര്യമാണ്. So in the future, like later, like what type of films you want to make, or? No, I think I am into cyberpunk a lot. Like അപ്പം പക്ഷേ ഈ You are one of us, that means. പക്ഷേ ഈ ഒരു നമ്മുടെ ഇവിടെ സൈബർ പങ്ക് ഈ കേരളത്തിൽ എവിടെ കൊണ്ട് വയ്ക്കുമെന്നൊക്കെ ഉള്ളതിലാണ് ലൈക്ക് ആ ഒരു കറക്റ്റ് മിക്സ്ചർ കിട്ടണമെങ്കിൽ ഉള്ളതാണ്. ഇമ്മീഡിയറ്റ്ലി ഐ എം മേക്കിംഗ് എ സീരീസ് വിത്ത് സോണി കോൾഡ് സംഘർഷഘടന എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഫിലിം ഞാൻ ചെയ്തു. അത് കോൾഡ് സംഘർഷഘടന ആർട്ട് ഓഫ് വാർ, വിച്ച് ഇസ് വിത്ത് വിഷ്ണു അഗസ്ത്യ. ഐ ഹവ് മെയ്ഡ് എ ഫീച്ചർ ഫിലിം. ഐ എം മേക്കിംഗ് എ സീരീസ് വിത്ത് സോണി വിച്ച് സ്റ്റാർട്ട്സ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇങ്ങനെ ഇറ്റ്സ് കോൾഡ് ദ ഗാങ്സ് ഓഫ്, ഇറ്റ്സ് കോൾഡ് ദ 4.5 ഗ്യാങ്. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ദ ഗാങ്സ് ഓഫ് ട്രിവാൻഡ്രം. അപ്പം അങ്ങനെ 2 ഗാങ്സ്റ്റർ സാധനങ്ങളും ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. റൈറ്റ് ഇൻസ്പിറേഷൻ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. Okay, thank you. Now to Alien. So നമുക്ക് വേറെ ആരെയും ഏലിയൻ ആയിട്ട് ഈ ഫിലിം കണ്ടിട്ട് വേറെ ആരെയും ഒരു ഏലിയൻ ആയിട്ട് നമുക്ക് തോന്നിട്ടില്ല. Such a wonderful performance. Thank you for the performance first of all. Thank you. So in your imagination, how would an alien be? Don't say it's like you. No. എൻ്റെ മനസ്സിൽ ഈ കഥ വരുന്നത് വരെ ഏലിയൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഏലിയൻ തന്നെ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒട്ടും ഫാസിനേറ്റഡ് ആയിരുന്ന ഒരാളല്ല ഞാൻ. ലൈക്ക് ടിൽ ദിസ് ഫിലിം സിനിമ എടുക്കുമ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല എന്ത് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക. അപ്പം ബട്ട് ദെൻ ഇപ്പം മേ ബി അരുൺ ചേട്ടനും ഏറ്റവും കൂടുതൽ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നവും ആ സമയത്ത് അതായിരുന്നു. കാര്യം എനിക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സിനിമയിൽ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പിടിയില്ല. ടിൽ ഐ സോ ദ പ്രോഡക്റ്റ്. അപ്പം ഞാനിങ്ങനെ ഇതായിരുന്നു അപ്പോൾ പടം. അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാനിങ്ങനെ ഓക്കെ. അപ്പം അരുൺ ചേട്ടൻ പലപ്പോഴും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അനാർക്കലിയുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളോട്. അപ്പം ഞാൻ എന്താ ഇങ്ങനത്തെ കാര്യം ഇതൊക്കെ തന്നെയല്ലേ. അപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം പക്ഷേ ഇങ്ങനെ ഇതൊരു ഏലിയൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോൾ വന്നത്. അപ്പം പക്ഷെ ഏലിയൻ എൻ്റെ മനസ്സിൽ എന്താ പറയാ, ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഈ ഉറുമ്പിന്റെ ഒരു വലിയ അതൊക്കെയാണ് ഏലിയൻ അല്ലേ. നമുക്ക് കുറെ പേർക്ക് അത് ഏലിയൻ തോന്നുന്നു. താങ്ക് യു അജുവേട്ടാ. സോ ലാസ്റ്റ് ഇയർ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കേരള ക്രൈം ഫയൽസ്, പിന്നെ ഫിനിക്സ് പോലത്തെ ഫിലിം യു എ പാർട്ട്. സോ ഇതേപോലത്തെ ഇപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ഫിലിംസിലെയും ഐ മീൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വന്ന ആളാണ് എൻ്റെ മ്യൂസിക് ശങ്കർ ശർമ്മ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷെ പറയാൻ ഇച്ചിരി പാടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു ഏലിയനായിട്ടാണ്. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വസന്തമാണ് ബേസിക്കലി, വിച്ച് ഈസ് ടോട്ടലി ഡിസ്കണക്റ്റഡ് ഫ്രം യുവർ ടേസ്റ്റ് ആൻഡ് നിങ്ങളുടെ കൺവിക്ഷൻസ്, നിങ്ങളുടെ താല്പര്യങ്ങൾ മൊത്തം. കോവിഡ് സമയത്ത് എനിക്ക് വട്ടുണ്ട്, ചന്തുവിന് വട്ടുണ്ട്, നല്ല വട്ടനാണ്, വട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ ആർക്കും ചെയ്യാം. അതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന യഥാർത്ഥ അതിന് ധൈര്യം മലയാളിക്ക് കൊടുത്തത് സന്തോഷ് പണ്ഡിറ്റാണ്. ആർക്കും സിനിമ ചെയ്യാം, തിയേറ്ററിൽ ഇറക്കാം. അതുവരെ സിനിമ ഒരു ഏലിയൻ ആയിരുന്നു സാധാരണക്കാർക്ക്. അപ്പോൾ നാച്ചുറലി സിനിമയിൽ വരാൻ അവസരം കിട്ടി. സിനിമയിൽ കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകാരൊക്കെ കാരണം സിനിമകൾ കിട്ടി. കോവിഡ് വന്നു, എല്ലാം പോയി. ഇരിക്കുമ്പം നമ്മുടെ എന്താണ് ഇല്ലാത്തത്? ബഡ്ജറ്റ്, പ്രൊഡ്യൂസർ.
അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു സിനിമ പ്ലാൻ ചെയ്യുക. കാര്യം അഭിനയിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അഭിനയിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം വേണം. ആൻഡ് ഐ ട്രസ്റ്റ് ചന്തു സോ മച്ച്. ഞങ്ങൾ തമ്മിലുള്ള അസോസിയേഷനുകൾ പലപ്പോഴും എനിക്ക് ചന്തുവിനെ തട്ടത്തിൻ മറയത്തിൻ്റെ പോസ്റ്റർ ഡിസൈനറായി ചന്തു വരുന്ന കാലം തൊട്ട് അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. ഇൻഫാക്റ്റ് എൻ്റെ പല ക്രിയേറ്റീവ് സംശയങ്ങളും, പ്രത്യേകിച്ച് ഈ ജനറേഷണൽ ഡിസ്കണക്റ്റ് വന്ന കാലം തൊട്ട് അതിലോട്ടൊക്കെ എന്നെ ഇതാണ് ചേട്ടാ, ഇതാണ് നിങ്ങൾ ഇടേണ്ട വേഷം, അത് മാത്രമേ ഇപ്പോഴും അവൻ സക്സസ്ഫുൾ ആയിട്ടില്ല. ഇതെന്നോട് എന്തൊക്കെയോ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കൂല, കാര്യം അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കോമാളിയായി പോകും. അപ്പം ലെറ്റ് മീ വെയർ വാട്ട് ഐ എം കംഫർട്ടബിൾ വിത്ത്. പക്ഷെ എന്നാൽ കൂടിയും ആ ഒരു കണക്ട് എന്നിൽ നിലനിർത്തുന്നത് എന്തെങ്കിലും രീതിയിൽ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആസ് ആൻ ആക്ടറൊക്കെ സംഭവിക്കുന്നതിൽ ഒരു മേജർ പാർട്ട് അദ്ദേഹത്തിനുണ്ട്. അപ്പം ഇങ്ങനൊരു സംസാരം വന്നപ്പോൾ വളരെ ബഡ്ജറ്റ് കുറച്ച് നമുക്കൊരു സിനിമ ചെയ്യാം, എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം വന്നപ്പോഴാണ് ചന്തുവും ശിവയും കൂടെ എനിക്ക് തോന്നുന്നു അവർ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഐഡിയ പറഞ്ഞത്, ഈ സിനിമ സാധ്യമാകുന്നത്. അജിത് വിനായക എന്ന് പറഞ്ഞ ഒരു ബാനർ ഇതിനെ ഫണ്ട് ചെയ്തു. ഗ്രേറ്റ്. കാര്യം ഇങ്ങനത്തെ സിനിമകൾ ഫണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആളെ കിട്ടുക, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കാര്യം ടൈറ്റിലിൽ അനാർക്കലി ആയിരുന്നു ഏലിയനെങ്കിലും ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി പുള്ളിക്കാരിയും ഞാനും ഇപ്പോൾ ഒരേ അവസ്ഥയാണ് ഈ സിനിമ ചെയ്യുമ്പോൾ. കാര്യം ഞാൻ ഡയറക്ടറെ പൊതുവെ വിശ്വസിക്കുന്ന ആളാണ്, ബ്ലൈൻഡായിട്ട്. അത് കൂടുതൽ സംശയങ്ങളൊന്നും ചോദിക്കാൻ പോകാറില്ല. പക്ഷേ ഔട്ട് വന്ന് കണ്ടപ്പം എനിക്ക് മനസ്സിലായി, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗ്രേറ്റ് മാനിനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പറ്റിയതും ആ സിനിമ ഇഷ്ടപ്പെടാൻ. ചന്തുവാണ് അഗെയിൻ ആവാസ വ്യൂഹം എന്നോട് കാണാൻ പറഞ്ഞത്. ഞാൻ കണ്ടു. അങ്ങനെ കൃഷ്ണനെ കാണാൻ ഒരു അവസരം ഉണ്ടായി. അങ്ങനെയുള്ള സംസാരത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് ഫ്രം ദെൻ ഓൺ അദ്ദേഹം ഈ സിനിമയ്ക്ക് ചെയ്ത ഉപകാരം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ വലുതാണ്. കാര്യം ഒന്നാമത്തെ കാര്യം എനിക്ക് ആ കാര്യത്തിൽ ഐ എം ബ്ലെസ്ഡ്. വിവരവും ബുദ്ധിയുള്ളവർ എൻ്റെ കൂടെ ഉണ്ടായി, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റി. സോ അതാണ് ഇപ്പോൾ ഗഗനചാരിയിൽ എത്തി നിൽക്കുന്നത്. ആൻഡ് ദിസ് മാൻ ശങ്കർ ശർമ്മ ഒരിക്കലും ഇനി ഫ്യൂച്ചർ മലയാള സിനിമയിൽ മ്യൂസിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ ട്യൂൺസ് കൊണ്ട് മാത്രം മ്യൂസീഷ്യൻസ് എന്താ പറയുക യുണീക്ക് ആവുന്നതോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈഡ് ആവുന്നതോ പോപ്പുലർ ആവുന്നതോ കാലം മാറി. ഈവൻ ദ ചോയ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ മാറ്റർ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ വളരെ ചെറിയ ചെറിയ സിനിമകൾ, ഇപ്പം നദികൾ സുന്ദരി യമുന കിട്ടിയപ്പോഴും 4 years കിട്ടിയപ്പോഴും അദ്ദേഹം കിട്ടുന്ന സ്പേസ് അത് അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഹോൾ ടീം എഫേർട്ട്. ഗണേഷ് ഏട്ടൻ, കാര്യം ഒരിക്കലും നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ഇപ്പോൾ ഗണേഷ് ഏട്ടൻ ചിലപ്പോൾ ഒരു കുറച്ചുകൂടി എന്നെക്കാളും കുറഞ്ഞൊരു അമ്മാവനായിരിക്കും, ടു ബി ഫ്രാങ്ക്, പ്രായം കൂടുതലാണെങ്കിൽ കൂടി. കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറച്ചും കൂടി അദ്ദേഹം സപ്പോർട്ടീവായിരുന്നു. സോ ഓൾ ടുഗെദർ ഒരു ടീം വർക്കാണ്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം അത് സംഭവിക്കുന്നതാണ്. വി കാൺ പ്ലാൻ. ഹെലന് ശേഷം എന്നെ കോമഡി ചെയ്യാൻ ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് ചെറ്റയാക്കാൻ തീരുമാനിച്ചു. ഈ ഫിലിമിലെ മ്യൂസിക് വാസ് ജസ്റ്റ് അമേസിങ് അല്ലേ? സോ ഇതിലെ ഒരു സൈഫൈ ഫിലിം ചെയ്യുമ്പോൾ മെയിൻ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ഈ ജോണർ ഒട്ടും പരിചയമില്ല. ഞാൻ സോഷ്യൽ മീഡിയ OTT പ്ലാറ്റ്ഫോംസിലായാലും കോവിഡ് ടൈമിലായാലും ഒന്നും ഈ ഓഫീസ് പോലത്തെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഈ ജോണർ ഒരിക്കലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ സായാഹ്ന വാർത്ത എന്നുള്ള മൂവി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ചന്തു ഫിലിം കാണിച്ചു തരുന്നത്. അത് വർക്ക് ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി, കാണിച്ചു തരാൻ വേണ്ടി, അഭിപ്രായം എടുക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് കാണിച്ചു തന്നത്. അന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും മ്യൂസിക്കോ അവർ ജസ്റ്റ് ഇട്ട റെഫറൻസുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് കണ്ട് സത്യം പറഞ്ഞാൽ കിളിപോയി. ഇത് എങ്ങനെ ഇത് വർക്കൗട്ട് ആക്കി എടുക്കാം, ഇത് എങ്ങനെ ഇതിലെ ഓരോ ഞാൻ സിനിമ കാണുന്ന പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇതിലത്തെ ഓരോ ക്യാരക്ടേഴ്സിനെയും അവരുടെ ഇമോഷൻസ് എങ്ങനെ നമ്മൾ മ്യൂസിക്കിലൂടെ ബിൽഡ് ചെയ്ത് എടുക്കാം എന്നാണ്. പക്ഷേ ഈ ഇന്റർവ്യൂ ബിറ്റ്സ് വരുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഇമോഷൻ അതിൽ കൊടുക്കാൻ പറ്റുന്നില്ല. അവർ ഓരോ കാര്യങ്ങൾ, അവർക്കറിയാവുന്ന കാര്യങ്ങൾ, ഒരു ഏലിയൻ ഒരു വന്ന് അതിനുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് ആ ഇവന്റിന് എന്ത് മ്യൂസിക് കൊടുക്കും എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കൂടെ പോയത്. പിന്നെ ഈ പറഞ്ഞ എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു മ്യൂസിക് ഒരു സ്കോറിങ് അല്ല ഇതിൽ നടന്നത്. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, ഇത് എൻ്റെ മ്യൂസിക് ഫ്ലേവർ മാത്രമല്ല, ഇത് ചന്തുവിൻ്റെ കയ്യിലും കൃഷ്ണാന്തൻ്റെ കയ്യിലും എഡിറ്റർ അച്ചുവിൻ്റെ കയ്യിലും എല്ലാവരുടെയും ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ റിഫ്ലക്ട് ചെയ്തത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിനൊരു മുമ്പൊരു വേർഷൻ ഉണ്ടായിരുന്നു, ഒരു ഫെസ്റ്റിവൽ വേർഷൻ. അതിലാണ് സത്യം പറഞ്ഞാൽ ഒത്തിരി എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തത്. അതായത്
നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇൻ്റർവ്യൂവിനൊക്കെ ഒരു ഇപ്പം കിടക്കുന്ന മ്യൂസിക് ടോട്ടലി വേറെയാണ്. അന്ന് മുമ്പുണ്ടായ വെർഷൻ പറയുന്നത് ഈ ഇടയ്ക്കയും മൃദംഗമൊക്കെ വെച്ചിട്ടായിരുന്നു ടോട്ടലി ട്രീറ്റ്മെൻറ്റ്. ഇൻ്റർവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കയും മൃദംഗമൊക്കെ ആയിരുന്നു ടോട്ടൽ ഫെസ്റ്റിവലിന് പോയ വെർഷനിൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു കൺവിൻസ് ആവാൻ, നമുക്ക് സ്വയം കൺവിൻസ് ആയിട്ടാണ് നമ്മളൊരു ഔട്ട് കൊടുക്കുക. അത് കൺവിൻസ് ആകാൻ ഒത്തിരി സമയമെടുത്തു. അതായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കൊരു ചലഞ്ച്. പിന്നെ ഇതിലേക്ക് എത്താൻ ഒത്തിരി എളുപ്പമായിരുന്നു. ആ ഒരു സ്കോർ നമ്മളൊരു ഫസ്റ്റ് വേർഷനുണ്ട്, ഇതിലേക്ക് ഈ ഒരു വേർഷനിലേക്ക് എത്താൻ ഒത്തിരി എളുപ്പമായിരുന്നു. അത് പ്രത്യേകിച്ച് അധികം ചലഞ്ചുകളൊന്നും വേണ്ടി വന്നില്ല. ഇതിലെ DOP വിഷ്വൽസ് ഒക്കെ എടുക്കാൻ എത്രത്തോളം ചലഞ്ചിങ്ങും ഇതായിരുന്നു? ഐ റിപ്പീറ്റ് ദ സെയിം ക്വസ്റ്റ്യൻ ടു അച്ചു ടു. കാരണം എഡിറ്റിങ്ങും വിഷ്വൽസിനപ്പോൾ ക്യാമറ വർക്കും എഡിറ്റിങ്ങും സൂപ്പർ ആയിരുന്നു. സോ എനിക്ക് രണ്ടുപേരുടെയും ഒപ്പീനിയൻ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എന്നെ പറഞ്ഞത്. ഇപ്പോൾ വിഷ്വൽസ് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ബ്ലാങ്ക് സ്ലേറ്റ് ആയിരുന്നു. അതായത് ഈ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഡയറക്ടർ ചന്തുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് ഇത് കാണുമ്പോഴത്തേക്കും വേറൊരു സിനിമ പോലെ തോന്നരുത്. അത് ഏതാണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് വേറൊരു സിനിമ പോലെ ഇല്ല എന്ന്. അപ്പോൾ പിന്നെ ആ ഒരു ഒഴുക്കിനങ്ങ് പോവുകയാണ് ചെയ്തത്. നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോയി അല്ലേ ചന്തു? എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു. ഞങ്ങളിപ്പം കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ എത്തിയപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ചോയ്സ് വന്നത്. ഉദാഹരണം ആസ്പെക്ട് റേഷ്യോ ഒക്കെ. പക്ഷേ എന്നാലും ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഈ കൃഷ്ണന് പറഞ്ഞ പോലെ സൈബർപങ്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ കളേഴ്സ് ഒരു മെയിൻ സ്ട്രീം ഫിലിംസിൻ്റെ ഒരു കളേഴ്സ് ഉണ്ടാവരുത് എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ചുകൂടെ ഒരു നിയോൺ ഒരു അങ്ങനത്തെ ഒരു സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ DA ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഇൻഡസ്ട്രി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് കളേഴ്സ് പിടിക്കുന്നതിലും അല്ലെങ്കിൽ സ്കിൻ എക്സ്പോസ് ചെയ്യുന്നതിലൊക്കെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ നോംസൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലായിടത്തും തെറ്റിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂടുതലും ഹ്യൂവിനും അതിൻ്റെ മുകളിലുള്ള ഓവർലേ കാസ്റ്റിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കുറച്ച് ടെക്നിക്കലാണ്, ബട്ട് ഞങ്ങളെല്ലാവരും, ഞാനും ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഞങ്ങൾ ആ ജോബ് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഭയങ്കര എൻജോയ് ചെയ്താണ് ഈ പ്രോസസ്സിൽ കൂടെ പോയത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അച്ഛനാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അച്ചു ഈ പടത്തിൻ്റെ ലൈഫ് ലൈനാണ്. അച്ചു വന്നതിന് ശേഷമാണ് ഈ ഒരു മൂവിയുടെ ഒരു ആകത്തുക എന്ന് പറഞ്ഞപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങളകത്ത് കുറേ കൈൻഡ് ഓഫ് ഒരു ആനിമേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മോക്യുമെൻ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് അകത്തേക്ക് പോകുന്ന ഇൻ്റർവ്യൂ ബൈറ്റ്സുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ സാധാരണ സിനിമയ്ക്ക് അതങ്ങനെ ജമ്പ് ചെയ്ത് വരുന്ന വിഷ്വൽസൊക്കെ പെട്ടെന്ന് അതിനെ ജാർ ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നെറേറ്റീവ് ഫ്ലോയെ കില്ല് ചെയ്യുന്നതാണ്. പക്ഷേ മോക്യുമെൻ്ററിക്ക് എപ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലൊരു വിഷ്വൽസ് അതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് ആ ഫുൾ നെറേറ്റീവിനൊരു അർത്ഥം വരുന്നത്. സോ അതൊക്കെ ചില സാധനങ്ങളൊക്കെ ഭയങ്കര കിറുക്കിയായിട്ട് അച്ചു വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ അച്ചുവിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻസ് ആണ്. സെയിം ക്വസ്റ്റ്യൻ, എത്രത്തോളം ചാലഞ്ചിങ്ങും? കാരണം റെഫറൻസ് അധികം ഉണ്ടാവില്ല മലയാളത്തിൽ. സോ ഇതിന്റെ വർക്കിംഗ് ഇതിന്റെ പ്രൊസീജിയർ ഫസ്റ്റ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ഐ വാസ് ലൈക്ക് പ്ലേയിങ് ഗെയിം ആൻഡ് ലൈക്ക് ഒരു സിനിമ എഡിറ്റ് ചെയ്താലോ, ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. So before opening, just last question to all of you, anyone can answer. 2043 എങ്ങനെ ഉണ്ടാവും? ഇത്രയും ലോ ബഡ്ജറ്റ് ആയിരിക്കില്ല. ഒരാളുടെയും കൂടി ഒപ്പീനിയൻ കിട്ടിയ, ശിവ ഡയറക്ടർ അല്ലാണ്ട് ആരുടെയെങ്കിലും ഒരു ഒപ്പീനിയൻ കിട്ടിയ? കനലൊരു തരി മതി. Okay, so now we are opening the questions to public. Questions ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ റൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പടം നമ്മുടെ ഒരു പോപ്പ് കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഡിയൻസ് എന്നുള്ള ഇതിൽ എവിടെ പ്ലേസ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? കാരണം എനിക്ക് ഈ ഇൻ്റർവെല്ല് എനിക്ക് തോന്നുന്നു PVR ആയിട്ടാണ്. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കാണേണ്ട ഒരു പടം. ഇതിപ്പോൾ ഏജ് ഡിഫറൻസ് ആയാലും നമ്മുടെ ഒരു ഇപ്പോൾ വന്നേക്കുന്ന ഒരു ക്രൗഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഒതുങ്ങി പോവാണ്ട് മാക്സിമം ആൾക്കാർ ഒരുമിച്ച് ഇരുന്ന് കാണേണ്ട ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിപ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആസ് എ ഡയറക്ടർ ആൻഡ് കൃഷ്ണേട്ടൻ എങ്ങനെയാണ് ഇതിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ട്. ആവാസീവമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെന്നുള്ള ആദ്യമായിട്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അതേപോലെ തന്നെ ശിവ ഇങ്ങനൊരു കോമിക്കസ് എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിനെ മൂവി കാണിക്കുമ്പം കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ചിലപ്പം കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നി. ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉള്ളത് തന്നെ വലിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്കറിയില്ല എവിടെ കൊണ്ട് ഇങ്ങനത്തെ ഒരു മൂവി കാണിക്കാൻ കുറച്ചുകൂടി മനസ്സമാനത്തോടെ
ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഇത് ഇനി എക്സ്പാൻഡ് ആവണമെന്നും ആഗ്രഹമുണ്ട്. കാരണം ഈ സ്പേസിൽ ഇത് OTT-ക്കാരും ഇൻഡസ്ട്രിയൊക്കെ കാണുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സ്പേസും ഇങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പും ഇങ്ങനത്തെ സൈഫൈ എന്തൂസിയാസ്റ്റുകളൊക്കെ ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കണമെന്നുണ്ട് എനിക്ക്. എന്നാലേ ഇങ്ങനത്തെ കൂടുതൽ മൂവീസ് വരുള്ളൂ. കാരണം എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ വിനയൻ സാറൊക്കെ ആകാശയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഫ്യൂച്ചർ പീരീഡൊക്കെ ആലോചിക്കുമ്പം ഹൊററൊക്കെ നമ്മൾ ആ ജോണറിനൊക്കെ നമ്മൾ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചറിസം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഫ്യൂച്ചറിലെ കഥകളൊക്കെ പറയേണ്ട കാലം എത്തിയെന്ന് തോന്നുന്നു. അതിന് കൃഷ്ണദേട്ടനാണ് അതിൻ്റെ പാത്ത് നമുക്ക് കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് എ 15 to 25 to 28 ആ ഏജാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് ഫിലിം കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പീപ്പിൾ ആർ എക്സ്പോസ് ടു ഇത്. ബാക്കിയുള്ള ഓഡിയൻസ് നമുക്ക് അഡീഷണലി കിട്ടുന്ന നൊസ്റ്റാൾജിയ, മലയാള സിനിമയുടെ നൊസ്റ്റാൾജിയ ഓഡിയൻസിന് നമുക്ക് ബാക്കിയുള്ളവരെ കിട്ടും. അപ്പം നമ്മുടെ ബേസിക് ടാർഗറ്റ് ഓഡിയൻസ് സം വൺ ഹൂ വോണ്ട് ടു എക്സ്പെരിമെൻറ്റ്, സ്ക്വിഡ് ഗെയിമൊക്കെ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ സൈബർ പങ്ക് 2077 അങ്ങനെയൊക്കെ പോലത്തെ കണ്ടൻറ്റുകളെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ മലയാളത്തിൽ അതെങ്ങനെ വരും എന്നൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അറിയാൻ പറ്റുന്ന ഓഡിയൻസ്. പിന്നെ ഹൗ ഡു വി പ്ലേസ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര പേര് പോയാലൊന്നും തിയേറ്ററിൽ ഇത് ഓടത്തില്ല. വി വോണ്ട് എ ലോട്ട് ഓഫ് ജനറൽ പീപ്പിൾ ടു വാച്ച് ദ ഫിലിം. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഹൗ ടു റീച്ച് ദം അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. OTT-യെക്കുറിച്ചും ഒക്കെ ആലോചിക്കുകയാണ്. But we really are surprised at the I'm not, പക്ഷേ I think a lot of us are surprised with the response that you are also not അല്ലേ, you knew it അല്ലേ. അപ്പോൾ നമ്മൾ അത്ര സർപ്രൈസ് അല്ല. നിങ്ങളുടെ ഒരു ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടില്ല. വെൻ യു കമ്പയർ വിത്ത് ദ കോണ്ടന്റ് ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഫ്രം അക്രോസ് ദ വേൾഡ്, മേ ബി ഇറ്റ് ഈസ് നോട്ട് മാച്ചിങ് ദോസ് സ്റ്റാൻഡേർഡ്സ്. പക്ഷേ ലെറ്റ്സ് കമ്പയർ അവർ ഇന്ത്യൻ കൈൻഡ് ഓഫ് ഫിലിംസ് ദാറ്റ് ഹാവ് കം ഔട്ട് ഇൻ ദ ലാസ്റ്റ് 6-7 years. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദിസ് ഇസ് റിയലി എ വെരി ക്രേസി അറ്റംപ്റ്റ്. അപ്പം ആ അറ്റംപ്റ്റിന് മനസ്സിലാവുന്ന ഒരു സ്ഥലത്തേക്ക് ഇതിനെ ബ്രാൻഡിങ് ചെയ്ത് ഇറക്കണമെന്ന് താല്പര്യമുണ്ട്. ഐ തിങ്ക് അജു ക്യാൻ ഓൾസോ സേ സംതിങ്. ചേട്ടൻ പറഞ്ഞതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു സിനിമ ഇപ്പം ഞാൻ കിളിപോയി 2013 ചെയ്യുമ്പം ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോണർ ജോണറാണ്. അത് കഴിഞ്ഞിട്ടാണ് ഗോ ഗോ ഗോൺ ആക്ച്വലി വന്നത്. പക്ഷെ അന്ന് നമ്മൾ ഫേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ റോൾഡൻ കുമാറൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ അത് മനസ്സിലായില്ല. അതുകൊണ്ട് നഖശിഖാന്ത് എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാജൻ ബേക്കറി ഇറങ്ങിയ സമയത്തും ചന്തുവിന് എൻ്റെ ഒരു സിമ്പിൾ ഫിലിമാണ്. പക്ഷേ ഭാഗ്യത്തിന് ഇവരൊന്നും ഞാൻ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നില്ല. മുഴുവൻ അമ്പും ഞാനാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി. ഞാൻ ചന്തുവിനോട് എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഞാൻ വിശ്വസിക്കുന്ന കാര്യം, റിസൾട്ടിനെ കുറിച്ച് ബോധർ ചെയ്യാതിരിക്കും. അത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്താൽ മതി. ചിലപ്പോൾ ആ സിനിമ അപ്പം ശ്രദ്ധിക്കപ്പെടണം എന്നില്ല. അപ്പോൾ ഇതും ഇപ്പോൾ ഗഗനചാരിയുടെ കാര്യം വരുമ്പം ഐ എം വെരി ഹാപ്പി. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു ആക്സെപ്റ്റൻസ് ഒരിക്കൽ കിട്ടുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. മുന്നോട്ട് പോകുമ്പം ഞാൻ പറയാറുണ്ട്, നീ പണ്ട് ചെയ്തു വെച്ച പോകൊക്കെ ചിലപ്പോൾ പിന്നെ ആയിരിക്കും നന്നായിരുന്നു എന്ന് പറയുന്നൊരു കാലം വരുന്നത്. അത് വരട്ടെ. റിലീസ് ചെയ്യുമ്പം ചേട്ടൻ പറഞ്ഞതുപോലെ കേരളത്തിലെ 200 അല്ലെങ്കിൽ 100 തിയേറ്ററെങ്കിലും മിനിമം നമ്മൾ റിലീസ് ചെയ്ത് അവിടുത്തെ ഒരു 250-200 ആവറേജ് സീറ്റിംഗ് കപ്പാസിറ്റി വെച്ച് നമ്മൾ നോക്കുമ്പം ഇതിന് തിയേറ്ററിലെത്തുമ്പോൾ എന്ത് റിസൾട്ട് വരും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സത്യസന്ധമായ, ഞാൻ പറയട്ടെ, ഒരു രീതിയിലുള്ളൊരു PR വർക്ക് ഒന്നുമല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സത്യസന്ധമായ ഒരു വേർഡ് ഓഫ് മൗത്ത് ചിലപ്പം നമ്മളുടെ പ്രൊഡക്ഷന് ഒരു കോൺഫിഡൻസ് തരാൻ പറ്റും. ഇത് തിയേറ്ററിൽ ഇറക്കി ഇതിനെക്കുറിച്ചൊന്ന് ഇതിൻ്റെ ഒരു സാധ്യതയൊന്ന് മനസ്സിലാക്കാൻ. കാര്യം ഓരോ ജോണറും പല തരം ജോണറുകൾ ഇഷ്ടപ്പെടുന്ന, അതിനെക്കുറിച്ച് എക്സ്പോഷറുള്ള ഒരു തലമുറ, അതിനെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇന്ന് നമുക്കുണ്ട്. അപ്പം അതിനെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സിനിമ റെപ്രസെൻ്റ് ചെയ്യുന്ന ഞങ്ങളുടെയും സിനിമ താല്പര്യപ്പെടുന്ന നിങ്ങളുടെയും ഒരു മേജർ ജീവിത ലക്ഷ്യമൊന്നും ആവരുത്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു പാഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു കമ്മിങ് ഡൗൺ ഓരോ വർഷവും കഴിയുന്തോറും മലയാള സിനിമ അതിൻ്റെതായ ഒരു മെറിറ്റ് ബെഞ്ച് മാർക്ക് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗഗനചാരിയും അങ്ങോട്ട് എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. ആൻഡ് വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു ബ്രിങ് ഇറ്റ് ആൻഡ് വിസിബിൾ ത്രൂ ഔട്ട് ദി സ്റ്റേറ്റ് കേരള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയെങ്കിലും. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇത് എത്രത്തോളം ടൈം എടുത്തു? ഐ മീൻ പ്രീ പ്രൊഡക്ഷൻ ആയാലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും എത്രത്തോളം ടൈം എടുത്തു? ഈ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിനുള്ളിൽ എങ്ങനെ ഒരു പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്തു ഇതൊന്ന് ചെയ്തെടുക്കാൻ? പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് പലതരം ഫെസ്റ്റിവൽസിലേക്ക് ഇത് പോയിട്ടുണ്ടെന്ന് അറിയാം.
അപ്പോൾ അവരുടെ ഒരു ഫോറിനേഴ്സിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഐ മീൻ ഈ ഒരു സിനിമ കാണുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഒരു അവരുടെ ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ അത് നേരിട്ട് കണ്ടിട്ടുള്ള ആണെന്ന നിലയ്ക്ക് ഡയറക്ടർ അരുൺചൻ സാറിന് എന്താണ് പറയാനുള്ളത്? ആക്ടേഴ്സിൽ ആദ്യം അജുവിനോട് ഇരുന്നിട്ടാണ് ഞങ്ങളത് പ്രിപ്പയർ ചെയ്യുന്നത്, ഞാനും ശിവയും. പക്ഷേ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്പാർക്ക് ഫീൽ ചെയ്ത ഗണേശ് സാറിനോട് പറഞ്ഞ സമയത്താണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ ഭയങ്കര ഗീക്കിൻ്റെ ഇടി മനുഷ്യരാണ് പുള്ളിക്കൊരു അമേസിങ് പോപ്പ് കൾച്ചർ നോളജ് ഉണ്ട്. പുള്ളിയുടെ കഥ പറഞ്ഞ സമയത്ത് പുള്ളി ഇൻസ്റ്റൻ്റ്ലി അത് പിക്കപ്പ് ചെയ്തു. നെക്സ്റ്റ് ഡേ നമുക്ക് പ്രൊഡ്യൂസർ കൈ തന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ. ഗണേശ് സാറിൻ്റെ വേർഡാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആയതിനെ ഫിലിം സ്റ്റുഡിയോയിൽ എത്തിക്കുന്നത്. അപ്പോൾ സാറിനോട് ഞങ്ങൾ ഫോറെവർ അതിന് താങ്ക്ഫുൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ പാനൽ ഇരിക്കാത്ത എന്നാൽ അതിനകത്തുള്ള ഒരു മെയിൻ പില്ലർ ഉണ്ട്, ദാറ്റ് ഈസ് VFX. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മൂവിയോട് എപ്പോഴും ഉണ്ടായിരുന്ന മെറാക്കി സ്റ്റുഡിയോസാണ്. വിനീഷ് ഞാനും അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി ഇപ്പം കാണുന്ന രീതിയിലൊക്കെ അതിനെ എല്ലാ രീതിയിലും ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്നത്. വിനീഷ് താങ്ക് യു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ചെയ്ത് തുടങ്ങുന്ന പോയിന്റിൽ നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ട് അഗെയിൻ. പക്ഷേ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ VFX നല്ല കാശ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം സമയം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ആക്ടിനായ ഫിലിംസ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. പിന്നെ എഡിറ്റും അതേപോലെ തന്നെ നമ്മൾ ആദ്യം കുറച്ച് ലൂസായിട്ട് തന്നെയാണ് അതിനെ വെച്ചിരുന്നത്. സോ ദാറ്റ് നമുക്കത് ഓവർ ദ ടൈം നമ്മൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണദേട്ടൻ വന്നു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമയെ മാത്തമാറ്റിക്കലി ഭയങ്കരമായിട്ടും അനലൈസ് ചെയ്യുന്ന ആളാണ് കൃഷ്ണദേട്ടൻ. എനിക്ക് ഞാൻ പണ്ടേ മാത്സിൽ ഓവറാണ്. പക്ഷെ പുള്ളി വന്നതിന് ശേഷമാണ് എന്താണ് ഈ BPM എന്നുള്ളത്. മ്യൂസിക്കിലൊക്കെ പുള്ളി, അത് ശങ്കറിന് അറിയാം എങ്ങനെയാണ് പുള്ളി മ്യൂസിക്കിനൊക്കെ ഭയങ്കര ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മുടെ മൂവിയായിട്ട് അതിനെ അത്രമാത്രം ത്രെഡ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ ഒരു, എനിക്ക് ഇപ്പോഴും അറിയില്ല അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ടതെന്നുള്ളത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫെസ്റ്റിവൽസിന് പോയത്. അപ്പം ഞങ്ങൾ എഗെയിൻ ഈ ഫെസ്റ്റിവലിൽ പോകുന്ന മുമ്പ് തന്നെ നമ്മൾ ഇപ്പം മോക്യുമെൻ്ററി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓഫീസിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മോക്യുമെൻ്ററി ടൈക്ക വാലിയുടെ വാട്ട് വി ഡു ഇൻ ദ ഷാഡോസ് ആണ്. ഫീച്ചർ ഫിലിം, നോട്ട് സീരിയസ്. ഞാൻ എൻ്റെ ഹ്യൂജ് ഫാനാണ് ടൈക്കയുടെ. അപ്പം ഞാൻ പുള്ളിയുടെ ആയതോട് പുള്ളി ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ആയ സമയത്തോട്ട് പുള്ളി ഫോളോ ചെയ്യുന്ന ആളാണ്, ബോയിയൊക്കെ തൊട്ടിട്ട്. അപ്പോൾ എനിക്ക് പുള്ളിയുടെ സ്റ്റൈല് പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പുള്ളി ന്യൂസിലൻഡിൽ നിന്നാണല്ലോ പുള്ളി വരുന്നത്. അപ്പം പുള്ളി എഗെയിൻ ആദ്യം പുള്ളിയുടെ വെരി ബിഗിനിങ്ങിലുള്ള പുള്ളിയുടെ മൂവീസിൻ്റെ റിവ്യൂസൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ഒരു ഗ്ലോബൽ ഓഡിയൻസുമായിട്ട് അത് കണക്ട് ആയെന്നൊക്കെയുള്ള. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം ഒരു ഇന്ത്യൻ ഒരു സിനാരിയോയിൽ നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് ഇല്ല ഇത് കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല അഭിപ്രായം എടുക്കാൻ പറ്റുന്ന. സോ നമ്മളും ഒരു ഫെസ്റ്റിവലിന് ഒരു ബേറ്റ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ശരിക്കുള്ള ഒരു മോക്യുമെൻ്ററിയിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മോക്യുമെൻ്ററി സ്പേസിൽ കാണുമ്പോൾ ആൾക്കാർക്ക് അതിനെ എങ്ങനെ ആൾക്കാർ കമ്പയർ ചെയ്യും, എങ്ങനെ അതിനെ അനലൈസ് ചെയ്യുന്നുള്ള കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ വിട്ട് കഴിഞ്ഞപ്പോൾ അവരിതിനെ കണ്ടത്, അതായത് സൗത്ത് ഏഷ്യൻ ഫിലിമിനെ അവർ കാണുന്ന രീതി എന്ന് പറയുന്നത് മ്യൂസിക്കും ഡ്രാമയും ഒക്കെ കുറച്ച് കൂടി നിൽക്കുന്ന, അല്ലെ അതിൻ്റെ ആ ഒരു ഫ്ലേവറിനെ ഭയങ്കരമായിട്ടും ലൗഡായിട്ട് ഇരിക്കുന്ന ഫ്ലേവറിനെ അവർ ആ രീതി തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ലം ഡോഗിനൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ സ്ലം ഡോഗൊക്കെ അവർ ഉണ്ടാക്കിക്കുന്നത് തന്നെ. ഒരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ഇന്ത്യയെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഭയങ്കര ക്ലീഷയാണ്. പക്ഷേ ഇത് കാണുമ്പം അവർ കുറേ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി. അതായത് ഇപ്പം ക്രിയേറ്റർ ജസ്റ്റ് എടുത്ത് പറയണം, കാരണം ഒരു സൗത്ത് ഏഷ്യൻ സൈബർ പങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സബ്ജോണർ തന്നെ ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം റീസെൻ്റ് ഇറക്കിയ മൂവി. അപ്പം നമ്മൾ കണ്ട ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള സൗത്ത് ഏഷ്യൻ തായ്ലൻഡ് പോലത്തെ ലൊക്കേഷനിൽ പെട്ടെന്ന് ഒരു സൈബർ പങ്കിഷ് ആയിട്ടുള്ള ഒരു ഇമേജറി വരുമ്പം അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴൊക്കെ ഉള്ളൊരു ഹൈ ഭയങ്കരമാണ്. എനിക്ക് കണ്ടപ്പം ഇവിടെ നമ്മുടെ വാണ്ടർ സച്ച് ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടിട്ട് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹേ ബ്രോ, താങ്ക് യു. അപ്പം എനിക്ക് ഫെസ്റ്റിവൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയ റെസ്പോൺസ് അങ്ങനെയാണ്. അതായത് സൗത്ത് ഏഷ്യൻ ഫിലിംസിൽ ഇങ്ങനത്തെ ട്രൈ ഔട്ട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർ നമ്മുടെ ഇവിടെ ടോട്ടലി ഡ്രാമ ആൻഡ് മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ് എന്നുള്ളതെന്നൊക്കെ ഉപരി എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കേരള പോപ്കോൺ, ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പോപ്പ് കൾച്ചർ ഇവന്റ് ഇൻ കേരള. ഇറ്റ്സ് ഹാപ്പനിങ് ഓൺ January 28 at Rotary ബാലഭവൻ. സോ അതിൻ്റെ ഒരു കിക്ക് ഓഫ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഫസ്റ്റത്തെ ഒരു ടിക്കറ്റോ അത് ഹാൻഡ് ഓവർ ഞാൻ സാനിനെ ക്ഷണിക്കുകയാണ്. മേ ബി ഐ ഹാവ് ഫ്യൂ വേർഡ്സ് ഉണ്ട്. താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദ മൈക്ക്. അപ്പോൾ 2014 നമ്മൾ കേരള കോമിക്സ് ബ്രദർഹുഡ് എന്ന് പറയുന്ന നമ്മൾ ഈ കാണുന്ന പോപ്പ് കൾച്ചർ ജനറിനെ ഇഷ്ടപ്പെടുന്ന മലയാളത്തിലെ കേരളത്തിലെ താല്പര്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ കൊല്ലങ്ങളിലായിട്ട് ഓൾമോസ്റ്റ് ഒരു ഡെക്കേഡ് നമ്മൾ ചെറിയ ചെറിയ ഇവൻറ്റുകളൊക്കെ ആയിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ശിവാസായ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ്. സോ ഇങ്ങനെയൊരു മൂവി കാണാൻ പറ്റിയത് ആക്ച്വലി ഞങ്ങൾ വെരി ലക്കിയാണെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു ജേണറിലുള്ള മലയാളം പടം വരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ വെരി താങ്ക് യു ടു ദ ടീം. അപ്പോൾ നമ്മൾ ഇത്തവണ ഈ ഒരു ഇയർ നമ്മുടെ 10 കൊല്ലത്തിന് ശേഷം
കേരളത്തിലെ ഏറ്റവും വലിയ പോപ്പ് കൾച്ചർ കൺവെൻഷൻ നമ്മൾ കിക്ക് ഓഫ് ചെയ്യുകയാണ്. കേരള പോപ്കോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ January 28 പനമ്പള്ളി നഗർ റോട്ടറി ബാലഭവൻ ക്ലബ്ബ് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് നമ്മളിവിടെ നിങ്ങളായിട്ട് കിക്ക് ഓഫ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്.